ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ റമദാൻ അടുത്തുല്ലേ, ആദ്യത്തെ നോമ്പിലെ അത്താഴത്തിൻ്റെ വിശേഷമാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 4 എണീക്കും. ഞാൻ എല്ലാം ആയിട്ട് ഇക്കാനെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പല്ല് തേക്കുകയാണ്. പല്ല് തേക്കലൊക്കെ കഴിഞ്ഞ് മുഖം കഴുകി. പിന്നെ ഉഴുന്ന് ദോശ കേട്ടോ അത്താഴത്തിന് കഴിക്കണത്. അപ്പോൾ ഉഴുന്ന് ദോശയും ചിക്കൻ കറിയും ചായയും പിന്നെ തിളപ്പിച്ചാറിയ വെള്ളമല്ല, തിളപ്പിച്ച വെള്ളം. അപ്പോൾ അതാണ് നമുക്കൊന്ന് അത്താഴത്തിനുള്ള ഫുഡ്. ഞാനിനി മുഖം കഴുകിയിട്ട് ഇനി 2 റക്അത്ത് നിസ്കരിക്കാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് ഇറങ്ങും. അപ്പോൾ 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ നേരെ ദോശ ഇടാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഉഴുന്ന് ദോശ ഇട്ട ചോറ് അങ്ങനെ കഴിക്കലൊന്നുമില്ല, എപ്പോഴും ചോറ് കഴിക്കൂല, ഇടയ്ക്ക് മാത്രം ചോറ് കഴിക്കുള്ളൂ. ചോറ് കഴിച്ചാൽ പോകില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ദോശ അല്ലെങ്കിൽ പഴം അങ്ങനത്തെ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം ഞാൻ ഇന്നലെ രാത്രി തിളപ്പിച്ച് വെച്ചതായിരുന്നു, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടാട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ചുടൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ മക്കൾക്കും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. മോന് എൻ്റെ വീട്ടിലാണ്, മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ദോശയും കൂടെ ചുട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതാവുമ്പോൾ രാവിലെ ഉണ്ടാക്കണ്ടല്ലോ, ചായ മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ അവൾക്കും കൂടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും നമ്മളെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പിന്നെ ഇപ്പോൾ നല്ല മാസമാണ്, എല്ലാവരും ദുആ ചെയ്യുമ്പോൾ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളും അതുപോലെ തന്നെ തിരിച്ച് എല്ലാവർക്കും ദുആ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പം ഗൈസ്, അത്താഴത്തിന് അപ്പം ചൂട് കേട്ടോ. അപ്പല്ല, ദോശയും ചിക്കൻ കറിയാണ് അത്താഴത്തിന്. പിന്നെ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുടിക്കാൻ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ സമയം 4:30 ആവാനായി. ഞാൻ 4 മണിക്ക് എണീറ്റത്. പല്ലൊക്കെ തേച്ച് 2 റക്അത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പം ചുടാൻ നിന്നതാട്ടോ. അപ്പോൾ അപ്പമല്ല, ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഉഴുന്ന് ദോശ ഇത് മുഴുവനാക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേബിൾ നമ്മളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇക്ക ബാത്റൂമിലുണ്ട് കേട്ടോ. ഇക്ക ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഉഴുന്ന് ദോശയും ചിക്കൻ കറി, ചായ, വെള്ളം ഇതന്നെ ഉള്ളൂ കേട്ടോ. ഇക്ക ബാത്റൂമിലാണ്. ഇക്കൊക്കെ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഞാനും പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇക്ക ഫ്രഷായി വന്നു കേട്ടോ. ഇക്ക നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ തന്നെ കേട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. അപ്പോൾ ഞാനും ഇക്കയും ഫുഡ് കഴിക്കുകയാണ്. റിസുമോളൊക്കെ നല്ല ഉറക്കാട്ടോ. അപ്പോൾ ഓവറായിട്ട് കഴിക്കൊന്നുമില്ല, അത്താഴത്തിന് ഓവറായിട്ട് കഴിക്കില്ല, കുറച്ച് കഴിക്കുള്ളൂ. ഞാനൊക്കെയും കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നിൽ വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് കഴിക്കണത്. തണുപ്പ് കയറിക്കോട്ടെ ഇതിൽ നല്ല ചൂടാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഓതിട്ടോ. പിന്നെ അപ്പോൾ അതിന് ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞൊക്കെ തന്നെ ഞാൻ പോയി നിസ്കരിച്ചു കേട്ടോ. കാരണം എനിക്ക് കിച്ചണിൽ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. പിന്നെ അങ്ങനെ ഇക്ക നിസ്കരിക്കുന്നുണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്ക നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ
റൂമിലോട്ട് പോയി കിടന്നു കേട്ടോ. റീസമോള് ചെറുതായിട്ടൊന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അവിടെ സ്റ്റിക്കർ വെച്ചത്. അവിടെ അവളെ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഇത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ, അസ്സലാമു അലൈക്കും.